ഹലോ ഗായ്സ്, ഇന്ന് നമ്മളുള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ അടിമാലി ടൗണിൻ്റെ ഒരു നല്ലൊരു വ്യൂ, നല്ലൊരു ഹൈറ്റിൽ നിന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനുള്ള യാത്രയിലാണ് നമുക്ക്. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ അത് പണ്ട് കാലത്തൊക്കെ ആളുകൾ ഇവിടെയൊക്കെ താമസം ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ചെറിയ കാട്ടുകല്ലകളൊക്കെ പെറുക്കി വെച്ചിട്ടുള്ള ഒരു വഴിയൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ മഴക്കാലം ആയതുകൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ പുല്ലൊക്കെ കിളുത്ത് അതിൻ്റെ മുകളിൽ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ കയറിപ്പോവാം. ഇതാണ് ആ വഴിയൊക്കെ. ഇപ്പോൾ കാട്ടുകല്ലുകളൊക്കെ പെറുക്കി വെച്ച് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ആ വഴികളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് പയ്യെ കയറി പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം ഒരു അടിപൊളി ഒരു മരം നിൽക്കുന്ന കാണാം കേട്ടോ. ഇവിടെ നല്ല ഹൈറ്റിലാണ് മരം നിൽക്കുന്നത്. നമുക്ക് ആ മരത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കിയാലോ. അപ്പോൾ അത് കയറി പോകുമ്പോൾ നമുക്ക് കാണാം കുറേ കാപ്പിയൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതേ മരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ മരത്തിൻ്റെ ഒരു ഹൈറ്റ് നോക്കിക്ക്, ഭയങ്കര ഹൈറ്റുള്ളൊരു മരമാണ്. അപ്പോൾ അതിൻ്റെ അടി മരത്തിൻ്റെ കുറേ ഭാഗം അങ്ങനെ പോയിട്ടുണ്ട്. എന്നാലും മരം നല്ല അടിപൊളി ഉഷാറായിട്ടാണ് വളർന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതിൻ്റെ മുകളിലേക്കൊന്ന് നോക്കാം. അതിൻ്റെ ഹൈറ്റ് ഒന്നുകൂടി നമുക്ക് നോക്കാം. അതെ, അടി മൊത്തം ഇങ്ങനെ ക്യാപ്പും പൊത്തൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. എന്നാലും പുള്ളി അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചേമ്പാട് മുളച്ചിട്ടുണ്ട് കേട്ടോ. അതെ കണ്ട. അപ്പോൾ നമുക്കൊരു പണിയാം, നമുക്ക് പയ്യെ കയറിപ്പോവാം. നമുക്ക് ഇതാണ് കയറിപ്പോകാനുള്ളൊരു വഴി കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു സ്ഥലം കാണാം കേട്ടോ. നമുക്കത് അതെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയക്കടെ നോക്കുമ്പോൾ ഒരു ചെറിയ വഴി കാണാം. അത് കാണിച്ചു തരാം. അതെ ഈ മരത്തിൻ്റെയൊക്കെ ഇടയക്കടെ നോക്കുമ്പോൾ നമുക്കൊരു വഴി മേപ്പോട്ട് കിടക്കണം കേട്ടോ. അത് ഞാൻ ഇറങ്ങി വരുമ്പോൾ നിങ്ങളെ ശരിക്കും അത് കാണിച്ചു തരാം. അത് നമുക്ക് മാങ്ങളൊക്കെ പോകുമ്പോഴുള്ള റൂട്ടിലേക്കുള്ള ഒരു വഴിയാണ്. ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. നമുക്ക് അടിമാലി നേരെ ഷോർട്ട് കട്ട് മാങ്ങളം പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിൽ കാരണവന്മാരൊക്കെ ഉള്ള പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെറിയ പൊടിക്കൈ മരുന്നുകളൊക്കെ അറിയാം. അതേ ഇവിടെ നോക്കി അടിപൊളിയായിട്ടത് ഈ തെങ്ങിൻ്റെയൊക്കെ രൂപത്തിലുള്ള മുക്കുറ്റി നല്ല കൂട്ടത്തോടെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇതും ഒരു മരുന്നാണ്. അപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടത്തോടെ ഉണ്ടായി കഴിക്കുമ്പോൾ നല്ല രസമുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ പാടെ ഇല്ലാണ്ടായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷിക്ക് മരുന്നുകളും അല്ലെങ്കിൽ കീടനാശിനികൾക്ക് അടിക്കുന്നതോടുകൂടി ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അങ്ങനെ പാടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെല്ലാവരും ഇപ്പം തന്നെ പ്രകൃതിയിലുള്ള ഒരു മരുന്നും ഒരു കാര്യങ്ങളും ഉപയോഗിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി പോലും നമ്മളെ വീടിൻ്റെ പരിസരത്ത് ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കൃഷി ചെയ്യാനോ അതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ ഓടിപ്പോയി എവിടെ ചെന്ത് ചെയ്യും? എവിടെയെങ്കിലും നമ്മൾ കടയിൽ പോയി ശകല സാധനം മേടിച്ച് നമ്മൾ കറിയാണെങ്കിലും എന്തായാലും ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അതെ ഈ ഇത് കടന്നു വരുമ്പോൾ ശ്രദ്ധിച്ച് വരണം കേട്ടോ. കഥയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ തെന്നി വീണാൽ. അപ്പോൾ അതെ ഈ പാറയുടെ മേളികളെ പോകുമ്പോൾ നല്ല വഴക്കിലുണ്ട്, ശ്രദ്ധിച്ച് വരണം കേട്ടോ. അപ്പോൾ അതെ ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണട്ടോ നല്ല അടിപൊളി ഒരു ചെറിയ കൃഷി നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഏലവും കാപ്പിക്കുരുവും കുരുമുളകും എല്ലാ കൂട്ടവുമായിട്ട് കുറച്ചൊരു ചെറിയൊരു കൃഷി. അപ്പോൾ അതെ നോക്കിയേ ഇവിടെ കാപ്പിക്കുരുവൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. അത് കാപ്പിക്കുരുവിൻ്റെയൊക്കെ സമയമാണ്, അതുകൊണ്ട് കുറേയൊക്കെ മൂത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. പഴുത്തിട്ടില്ല, പഴുക്കുമ്പോൾ ഒരു നല്ല ബ്രൗൺ കളർ വരും. അപ്പോൾ നമ്മുടെ ഇടുക്കിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വെക്കും. കാന്താരി ചീനി വരെ അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇടുക്കിയുടെ വലിയ പ്രത്യേകത. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്നുള്ളൊരു ചെറിയ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മഴയൊക്കെ മാറി പയ്യെ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഒരു മൂടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ പിന്നെ നമ്മുടെ ഫോണിൻ്റെ ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നങ്ങളും കൂടി ഉണ്ട് കേട്ടോ. എന്നാലും വലിയ കുഴപ്പമില്ലാതെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. നമുക്ക് കുറച്ച് മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഈ സ്ഥലങ്ങൾ തന്നെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്കെന്നാൽ പയ്യെ സമയം കളയാണ്ട് കയറിപ്പോയാലോ. ഇതാണ് നമ്മുടെ വഴി. ഈ വഴിയിൽ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വഴിയൊക്കെ ആകെ നാശകോശമായിട്ട് കിടക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വേണം നമുക്ക് കയറിപ്പോകാൻ. എന്തായാലും നേരത്തെ ആളുകളൊക്കെ കയറി വന്ന സമയങ്ങളിൽ പണ്ടൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്തൊക്കെ വെച്ച പ്ലാവും അതുപോലെ തന്നെ അടയ്ക്കാമരം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. എന്തായാലും നമുക്ക് പതുക്കെ അങ്ങ് കയറിപ്പോവാം. ഇവിടെ നമുക്ക് ചെല്ലുമ്പോൾ കാണട്ടോ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ കല്ലിൻ്റെ കൂട്ടങ്ങൾ കാണാം. നമുക്ക് ഈ കല്ലകടയൊക്കെ ചാടി കയറി വേണം ഇനി ഞങ്ങൾക്ക് പോകാൻ. അതുപോലെ തന്നെ മരത്തിൻ്റെ ഒക്കെ കുറേ തൈകളും കാര്യങ്ങളും നിൽപ്പുണ്ട്. അതൊക്കെ നമുക്ക് വലിയ ഉപകാരമായി. കാരണം പറഞ്ഞാൽ ഈ മരത്തിൻ്റെ തൈകളിലൊക്കെ പിടിച്ച് വേണം ഇനി കയറി പോകണമെങ്കിൽ. നമുക്ക് ഇനി സമയം ഒട്ടും കളയണ്ട. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മഴ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാം. അപ്പോൾ നമുക്ക് വളരെ സ്പീഡിലേക്ക് കയറി പോയേക്കാം. അപ്പോൾ അതേ നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ കാണാം കുറേ കാപ്പിയുടെ തൈകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ അതേ ഇവിടെ ഒരു നാരകം നിൽപ്പുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കാപ്പിയുടെ തൈകൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാപ്പി 1-2 കാപ്പികളൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പഴുത്ത് കാ പറിക്കാനിട്ട് നിന്നിട്ട് പഴുത്ത് താഴെ ചാടിയിട്ട്
തൈകളെല്ലാം കൂട്ടത്തോടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇത് പറിച്ച് പിന്നീട് മാറ്റി മാറ്റി വെക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ ഇവിടെ കയറി വന്നത് അതെ ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, ഇഷ്ടം പോലെ കാപ്പിയുടെ തൈകളാട്ടോ, കൂട്ടത്തോടെ നിൽപ്പുണ്ട്, കൂട്ടത്തോടെ അതെ മേളിലൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് നല്ല വെയിലുള്ള സമയമാണ്. ഇപ്പം കുറേ വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കിവിടെ കയറി വരുമ്പോൾ ഈ മരത്തിൻ്റെയൊക്കെ തണലുള്ളതുകൊണ്ട് നല്ല കൂളിംഗ് ആണ് കേട്ടോ ഇവിടെ. ഇതാ നമ്മൾ ഇവിടെ എത്തി. വഴി ഇവിടെ വന്നപ്പോൾ വഴി സ്റ്റോപ്പായിപ്പോയി. കാരണം പറഞ്ഞാൽ വഴി ഇവിടെ വന്നപ്പോഴേക്കും ആളുകളൊന്നും ഇങ്ങനെ വരാറില്ലാത്തതുകൊണ്ട് വഴികളൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ കയറി മൊത്തം അടഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആയുധവും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്കൊരു വടി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാം. കാരണം നമുക്ക് ഈ കാടിൻ്റെ അപ്പുറം വശത്ത് കിടക്കുമ്പോഴാണ് വഴി കടന്നു വേണം നമുക്ക് ഒരു പാറയുടെ മുകളിലേക്ക് വരികയാണ് നമുക്ക് ഇത് സ്ഥലങ്ങളെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് കൈയൊന്ന് ക്ലിയർ ചെയ്യാം. കുറേ പുല്ലൊക്കെ ഉണ്ട്. ഈ പുല്ലിനൊക്കെ നമുക്ക് ചെറിയ അരമൊക്കെ ഉള്ള പുല്ലുകളാണ്. ഒക്കെ നമ്മളെ കൈയൊക്കെ മുറിയുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം എന്തായാലും. നല്ല രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്ത് നമ്മൾ കടന്നിട്ടുണ്ട് എന്തായാലും. ഞാനിവിടെ ഒരു അള്ളുണ്ട് കേട്ടോ, ഒരു പാറയുടെ വെട്ടാതെ ഞാൻ കാണിച്ചു തരാം. ഇതാ വാ, ഇത് എവിടേക്ക് നോക്കിക്കേ, നല്ലൊരു കുഴിയൊക്കെ ആയിട്ട് ഒരു പാറയുടെ വെട്ടാണ് കേട്ടോ. നല്ല രീതിയിലൊരു കുഴിയൊക്കെ ഉണ്ട്. വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല തോർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള സമയം ആളുകളൊക്കെ കയറി ഇവിടെ വന്നൊക്കെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പാറയുടെ മുകളിലാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ ഈ പാറയിൽ ചേർന്ന ഒരു മരം നിൽപ്പുണ്ട്. നമുക്ക് ആ മരത്തേക്കളെ പിടിച്ച് വേണം ഇനി അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ, അല്ലാണ്ട് വേറെ വഴി നമുക്ക് അങ്ങോട്ട് കയറി പോകാനുള്ളതില്ല. അപ്പോൾ നമുക്ക് ആ മരത്തേക്കളെ പിടിച്ച് ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഈ മരത്തേക്കളെ കയറി നമ്മളിവിടെ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബാണ്. അത്രയ്ക്കും മനോഹരമായ ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്നാൽ മാത്രമായിട്ട് ഇത്രയും വ്യക്തമായിട്ട് നമുക്ക് അടിമാലി ടൗണിൻ്റെ ഈ വ്യൂ ഇവിടെ നിന്ന് മാത്രം നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മഴയൊക്കെ മാറി നിൽക്കുന്നതുകൊണ്ട് നല്ല രസത്തിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതുപോലെ അടിമാലിലെ ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴികളും കാര്യങ്ങളും ഒക്കെ ഈ ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്, ആ മലയുടെ ഭാഗത്തേക്കാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ നല്ല അടിപൊളി ഒരു വനപ്രദേശമാണ് കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്ന പുല്ലുകളെല്ലാം വേനൽക്കാലത്തെല്ലാം ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് നിൽക്കും. പക്ഷേ നമ്മളിപ്പോൾ ഈ മഴക്കാലത്ത് ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ആ പാറയുടെ മുകളിൽ നിൽക്കുന്ന ഈ ചെറിയ പുല്ലുകളടക്കം എല്ലാം നല്ല രീതിയിൽ കിളിർത്ത് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ നല്ലൊരു പച്ചപ്പോട് കൂടിയാണ് കേട്ടോ എല്ലാം നിൽക്കുന്നത്. അപ്പോൾ നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയറി വരാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ നിന്നൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട്. അടിമാലി ടൗണിൽ വന്നു കഴിഞ്ഞാൽ മാങ്കുളമൊക്കെ പോകാൻ, ആനക്കുളം പോകാനൊക്കെ ഒരു ഷോർട്ട് കട്ട് വഴിയാണ്. ഒരു 8 കിലോമീറ്റർ മേളിലൊരു നമുക്കൊരു ലാഭമുള്ളൊരു വഴി തന്നെയാണ്. അപ്പോൾ അത് 4x4 വണ്ടികളാണ് കൂടുതൽ ആ വഴിക്ക് കയറി പോകുന്നത്. അതുപോലെ തന്നെ ചെറിയ വണ്ടികളൊക്കെ കയറി വരും. പിന്നെ അതിൻ്റെ താഴെ നമ്മൾ കയറി വരുന്ന ഒരു ജംഗ്ഷനിൽ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡൊക്കെ വായിച്ച് നോക്കി കയറി വരിക. അതുപോലെ തന്നെ കുറച്ച് കയറ്റവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓടിച്ച് പരിചയമുള്ളവർക്കാണെങ്കിൽ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഈ വഴി ഇവിടെ നമുക്ക് വന്ന് കാണുന്നതിനൊക്കെ ഒരു 1 കിലോമീറ്റർ കഷ്ടി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടു പോകാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മഴയില്ലാത്തപ്പോൾ മാത്രം കയറി വരാൻ ശ്രദ്ധിക്കുക. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തെന്നി വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് കയറി വന്നാൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടേച്ചൊക്കെ പോകാം. അതുപോലെ തന്നെ യാത്രകളും കാഴ്ചകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കായി പുതിയൊരു സ്ഥലവും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ. ഹായ് ചങ്ങായിവരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് അടിച്ച് കയറി പറ്റേ.